ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക്. ഇന്ന് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാൻ സെയിം പാറ്റേണിൽ തന്നെ ഇപ്പോൾ 4ാമത്തെ കേക്കാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഈ ഒരു കേക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റെൻസിൽ വർക്കാണ്. അപ്പോൾ അതൊന്ന് ചെയ്യുമോ എന്ന് എല്ലാവരും റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിപ്പിംഗ് ക്രീമിൽ സ്റ്റെൻസിൽ വർക്ക് ചെയ്യുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഫിനിഷിങ് കിട്ടാറില്ല. പക്ഷെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. അപ്പോൾ നമ്മൾ സ്റ്റെൻസിൽ വർക്ക് ചെയ്യാനുള്ള കേക്ക് നന്നായിട്ട് ഫ്രിഡ്ജിൽ വന്ന് സെറ്റ് ആവണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെൻസിൽ വെക്കുമ്പോൾ ആ ഒരു കേക്കിൻ്റെ ആ ഒരു സർഫസ് ആ ഒരു നീറ്റ്നെസ് പോകും. അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ ഒരുപാട് ടൈമില്ലെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീസറിൽ അരമണിക്കൂർ അങ്ങാനും സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് കേക്കിൻ്റെ ആ ഒരു കൂളായിട്ട് കേക്കിൻ്റെ ആ ഒരു ക്രീം നന്നായിട്ട് സെറ്റായിട്ടുണ്ടാവും. എന്നിട്ട് വേണം നമ്മൾ സ്റ്റെൻസിൽ അതുപോലെ വെച്ച് കൊടുക്കാനായിട്ട്. നന്നായിട്ട് കൂട്ടി വെക്കുക. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കൂൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ, ഹൈയിൽ വെക്കുക. എന്നിട്ടൊരു 4-5 മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. എന്നിട്ട് വേണം നമുക്ക് സ്റ്റെൻസിൽ വെക്കാനായിട്ട് കേട്ടോ. പിന്നെ സ്റ്റെൻസിൽ വെക്കുമ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ ഓവറായിട്ട് പ്രഷർ നമ്മൾ ശക്തി മുഴുവൻ കേൾക്കുമ്പോൾ എടുക്കാണ്ട് നല്ല മൈൽഡായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. എന്നാൽ അധികം ഗ്യാപ്പ് ഇട്ട് വെക്കാനും പാടില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ എടുക്കുന്ന ക്രീം ഓവറായിട്ട് ബീറ്റായത് ക്രീം ആവരുത്, കുറച്ചൊന്ന് സോഫ്റ്റ് ആക്കുക. നിങ്ങൾ ബീറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സ്റ്റിഫ് പീക്കില്ലേ, ആ പീക്ക് വേണ്ട. ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആവാൻ ജസ്റ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്യൂലേ പാലറ്റ് നൈഫ് വെച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുക. എന്നാൽ ഒരുപാട് മെൽറ്റ് ആവുകയും ചെയ്യരുത് കേട്ടോ. ആ ക്രീം വേണം ഇതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. നല്ല സോഫ്റ്റ് ആയിരിക്കണം ക്രീം. എന്നിട്ട് അധികം പ്രഷർ അങ്ങോട്ട് കൊടുക്കാണ്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് നല്ലൊരു ഫിനിഷിങ് കിട്ടുന്ന രീതിയിൽ തന്നെ പതുക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യം എല്ലാ ഭാഗത്തുനിന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ കറക്റ്റായൊരു ഡിസൈൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ആ ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ട് പതുക്കെ ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോഴും ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വളരെ സോഫ്റ്റ് ആയിട്ടാണ് അതുപോലെ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണത്. അതിനുശേഷം എക്സസ് വരുന്ന ക്രീം മുഴുവൻ ഇതുപോലെ വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോഴും ശ്രദ്ധിക്കുക, പ്രഷർ അധികം കൊടുക്കാണ്ട് ശ്രദ്ധിക്കുക. എല്ലാ ഭാഗത്തും ഒരേപോലെ വൈപ്പ് ചെയ്തെടുത്തതിന് ശേഷം വേണം അത് റിമൂവ് ചെയ്തെടുക്കാൻ കേട്ടോ. കണ്ടില്ലേ, ഞാനിപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ആ ഒരു ഗ്യാപ്പ് കാണുന്നില്ലേ. എന്നിട്ട് പതുക്കെ എടുത്തു കൊടുക്കുക. 2 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് വിടിയിച്ച് കൊടുത്തതിന് ശേഷം എടുക്കുക. കണ്ടില്ലേ, അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമ്മളാ ഒരു സ്റ്റെൻസിൽ വർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും. സാധാരണ ബട്ടർ ക്രീം കേക്ക് ചെയ്യുമ്പോഴാണ് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുക. അത്രയും തന്നെ ആ ഒരു പെർഫെക്ഷനിലില്ലെങ്കിലും ഏകദേശം അതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഫോട്ടോസൊക്കെ റീൽസൊക്കെ ഷെയർ ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇത് ബട്ടർ ക്രീമാണോ വിപ്പിംഗ് ക്രീമാണോ എന്ന്. അപ്പോൾ നമുക്ക് വിപ്പിംഗ് ക്രീമിലും അത്യാവശ്യം നല്ല ലുക്കിൽ തന്നെ സ്റ്റെൻസിൽ വർക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള സ്പേസിൽ ഇപ്പോൾ ഞാൻ ഏകദേശം ഒരുവിധം ഫുൾ കവറായിട്ടുണ്ട്. ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഭാഗത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അതേപോലെ തന്നെ നമുക്ക് ക്രീം കൊടുക്കുക. എന്നിട്ടത് മാറ്റാം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു വെഡ്ഡിങ് കേക്കിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ 2 ടയറിലും സെയിം തന്നെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, 2 ടയറിലും സ്റ്റെൻസിൽ വർക്ക് ഉണ്ട്. നിങ്ങൾക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിലായാലും ചെയ്താൽ മതി. അപ്പോൾ വേറൊരു ലുക്ക് കിട്ടും. ഇനി അത് ടോപ്പ് ടയർ ചെയ്തിട്ട് അതിന് ശേഷം ഞാൻ ബോട്ടം ടയർ കൊടുക്കണം കേട്ടോ. അതും നന്നായിട്ട് ഫ്രിഡ്ജിലിരുന്ന് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ചില കേക്ക് നമ്മൾ ഫ്രീസറിൽ വെക്കാൻ സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളതാകുമ്പോൾ ഫ്രിഡ്ജിൽ തന്നെ ഓവർനൈറ്റ് വെക്കാൻ പറ്റണമെങ്കിൽ വെക്കുക. മിനിമം 5 മണിക്കൂർ 4 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ ടോപ്പ് ടയറിൽ ചെയ്ത പോലെ തന്നെ താഴത്തേലും ചെയ്യുക. ടോപ്പിൻ്റെ അത്രയും ഹൈറ്റ് ഇല്ല, താഴത്തെ പോർഷൻ വരുമ്പോൾ ഇത്രയും സ്പേസ് ആയിട്ട് കവറായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മളെന്തെങ്കിലും ഉറപ്പിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ചിലർ കാണിങ്ങനെ പിന്നോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ കുത്തി വെക്കുന്നതാണ്. അങ്ങനെയൊന്നും വേണമെന്നില്ല. വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് തന്നെ കറക്റ്റ് അതുപോലെ ഇങ്ങനെ ഒട്ടിയിരുന്നുള്ളൂ കേട്ടോ. ബട്ടർ ക്രീമിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് വെക്കേണ്ടി വരും. എന്നിട്ടാണ് നമ്മൾ റിമൂവ് ചെയ്യുക. അപ്പോൾ വിപ്പിംഗ് ക്രീമിൽ അതിൻ്റെ ആവശ്യമില്ല. കണ്ടില്ലേ, ഏകദേശം നമ്മൾ ആ ഒരു ബട്ടർ ക്രീമിൽ ചെയ്യുന്ന ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കേക്കിൻ്റെ ഡിസൈനിങ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ അറ്റാച്ച് ചെയ്യുന്ന ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്ന ഭാഗമൊക്കെ ചിലപ്പോൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒരു ക്രീം ഇങ്ങനെ പോന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ഭാഗത്ത് ജസ്റ്റ് പാലറ്റ് നൈഫ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് എക്സസ് വരുന്ന ക്രീമൊക്കെ ബേസിലോ അല്ലെങ്കിൽ ടോപ്പിലോ ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നീറ്റാക്കി എടുക്കുക. ഈ ഒരു കേക്കിൻ്റെ ബേസിൻ്റെ സൈസ് വരുന്നത് 8 ഇഞ്ചും പിന്നെ ടോപ്പ് പോർഷൻ വരുന്നത്
5 ഇഞ്ചാണ് കേട്ടോ. 2.5 kg ആണ്. 8 ഇഞ്ചിലും 5 ഇഞ്ചിലും ബേക്ക് ചെയ്തെടുത്തിട്ട് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുത്തതാണ്. ഇതിൽ ഞാൻ സ്റ്റാക്ക് ചെയ്ത് വെച്ചപ്പോൾ കുറച്ച് സ്പേസ് ഫ്രണ്ടിൽ ഇട്ടിട്ടാണ് ബാക്കിലേക്ക് ഇറക്കി വെച്ചത് കേട്ടോ. അത് അങ്ങനത്തെ ഒരു ഡിസൈൻ ആയതുകൊണ്ടാണ് ഫ്രണ്ട് പോർഷനിൽ കുറച്ച് ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരുമിച്ച് വരുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ കുറച്ച് സ്പേസ് കൂടുതൽ വേണം, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് വെക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ച് നീക്കി ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഡവൽസൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ടയർ കേക്ക് ആകുമ്പോൾ അത് നമ്മൾ അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബേസിലും അതുപോലെ തന്നെ ബേസിൽ ഡവൽസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രീം ഇട്ട് കൊടുക്കുക. എന്നിട്ട് വേണം അതിൻ്റെ മേലെ നമ്മൾ സെക്കൻഡ് ടയർ വെക്കാനായിട്ട്. വെച്ചതിന് ശേഷം മേലെ നിന്ന് നല്ല അത്യാവശ്യം നല്ല ഉറപ്പുള്ള വുഡൻ അല്ലാന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഡവൽസ് കിട്ടും. അത് ഇൻസേർട്ട് ചെയ്ത് വെച്ചതിന് ശേഷം വേണം എല്ലാം ചെയ്യാനായിട്ട്. അപ്പോൾ കേക്ക് നല്ല സേഫായിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ഇരുന്നോളും. ഇനി കേക്കിൻ്റെ ഡെക്കറേഷനാണ് ചെയ്യണത്. ഇനി വേറെയുള്ള പരിപാടികളൊന്നുമില്ല നമ്മൾക്ക് ചെയ്യാനുള്ളത്. ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, അതുപോലെ ടോപ്പർ, പിന്നെ കുറച്ച് ഗോൾഡൻ ഫ്ലേക്സ് അങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഫൈനൽ ഡെക്കറേഷനാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മോഡൽ അയച്ചെന്ന് സെയിം തന്നെ ചെയ്തു എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഏകദേശമായൊരു കളർ വരുന്ന ഫ്ലവേഴ്സാണ് വെച്ച് കൊടുത്തത്. ഫ്ലവേഴ്സും ലീഫും ഒക്കെ നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നത് തന്നെ ഉണ്ടാവും, ഒന്നും എഡിബിളല്ല. ഇപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഐഡിയയിൽ സെറ്റ് ചെയ്യുക. ഇതിപ്പോൾ എനിക്കൊരു റെഫറൻസ് പിക്ക് ഉള്ളതുകൊണ്ട് ഏകദേശമായൊരു ലുക്കിൽ തന്നെ ചെയ്യണമെന്നുള്ളൂ. നമ്മൾ വെഡ്ഡിങ് കേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് ആദ്യം തുടങ്ങി കുറച്ച് പണിയാണ്. ബേക്കിങ്ങും ഫ്രോസ്റ്റിങ്ങും ഒക്കെ കഴിഞ്ഞ് ഈ ഒരു ടൈം ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എന്നെ സംബന്ധിച്ച് അങ്ങനെ കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണ്? കാരണം ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്ത് അപ്പം തന്നെ അതിൻ്റെ ഒരു ലുക്ക്, ആ ഫോട്ടോ എടുക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു ഭാഗമാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത്. കാരണം ഫൈനലായി അതിൻ്റെ ഒരു ഫിനിഷിങ് വർക്കിലേക്ക് കിടക്കുമ്പോഴുള്ളൊരു സന്തോഷമുണ്ട്. അത് ഡെലിവറി ചെയ്ത് ആ ഫോട്ടോ ഒക്കെ ഒന്ന് നോക്കുക, സ്റ്റാറ്റസ് ഇടുക, ഷെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ്. നമ്മളുടെ ഒരു ഐഡിയയിൽ അറേഞ്ച് ചെയ്താൽ മതിയിട്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കായൊരു ഫോട്ടോ ഉള്ളതുകൊണ്ട് ഏകദേശം ഇങ്ങനെ ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ആ ഒരു ലുക്കിൽ ചെയ്തത്. സെയിം ഫ്ലവേഴ്സ് തന്നെ കിട്ടിയില്ല, ഏകദേശം ഒരു ഇതിലാണ് കിട്ടിയത്. പിന്നെ ഫ്ലവറിൻ്റെ സൈസും പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഏകദേശമായൊരു ലുക്കിൽ കിട്ടുന്ന ഫ്ലവേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഗോൾഡൻ ഫ്ലേക്സ് കൊടുത്തിട്ടുണ്ട് 2 സൈഡിലായിട്ട്. പിന്നെ ഫൈനലിൽ നമ്മൾ ഒരു വെഡ്ഡിങ് കേക്കിൻ്റെ ടോപ്പർ, അതും ഗോൾഡൻ ഷെയ്ഡ് തന്നെയാണ്, ആ ഒരു ടോപ്പറും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കേക്കിനൊരു ഓഫ് വൈറ്റ് ഷെയ്ഡ് ഉണ്ടാണ് കൊടുത്തേക്കുന്നത്. ക്രീമിൽ ഒന്ന് യെല്ലോ ഒന്ന് ടച്ച് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡ് കിട്ടും. പിന്നെ കേക്കിൻ്റെ ബേസ് എടുത്തേക്കണത് 12 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ഹൈറ്റുള്ള ബോക്സ് ഉണ്ടല്ലോ, അതും ആ ഒരു അളവിന് തന്നെ നമുക്ക് കിട്ടും. 12 ഇഞ്ച് ബേസിൽ തന്നെ വരുന്ന ടോൾ കേക്കിൻ്റെ ബോക്സ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ കേട്ടോ പാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. നോർമൽ നമ്മൾ ആ ഒരു കേക്കിൻ്റെ ഒരു ഔട്ടർ പോർഷൻ പ്ലെയിൻ ആയിട്ട് ഇടുന്നേക്കാളും സ്റ്റെൻസിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ, പക്ഷെ അത് ചെയ്ത് വരുമ്പോൾ നമുക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.